പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ പ്രസിദ്ധമായ പഞ്ചതന്ത്രത്തിലെ 10ാമത്തെ കവിതയാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നീതിസാരത്തിലെ എന്ന പോലെ പല ഗുണപാഠങ്ങളും ഉപദേശങ്ങളും നമ്മൾ ശ്രമിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11ാമത്തെ കഥയാണ്. ഈ കഥ ഒരു കുറുക്കൻ്റെ കഥയാണ്. അപ്പോൾ നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പിസോഡ് 11, രാജാവായ കുറുക്കൻ. ഒരു വനപ്രദേശത്ത് ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. അവൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിൽ ചെന്നപ്പോൾ കുറേ പട്ടികൾ ഇവനെ കണ്ട് കുരച്ചുകൊണ്ട് ഇവൻ്റെ പിന്നാലെ കൂടി. പട്ടിയെ കണ്ട് പേടിച്ച് ഈ കുറുക്കൻ ഓടി രക്ഷപ്പെടാൻ നോക്കി. ഓടിച്ചെന്ന് ഒരു വീടിൻ്റെ ഉമ്മറത്ത് അവൻ കയറി. അപ്പോൾ അവിടെ ഒരു അലക്കുകാരൻ്റെ വീടായിരുന്നു. ആ അലക്കുകാരൻ ഒരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തിൽ നീലം കലക്കി വെച്ച് വസ്ത്രം മുക്കിയെടുക്കാനായിട്ട് നീലം കലക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇവൻ അറിയാതെ അതിൽ വീണ ആ കുറുക്കൻ അതിനകത്ത് ചാടി പുറത്തു വന്നപ്പോൾ ശരീരം ആസകലം നീലച്ച് ഇരിക്കുന്നു. ഒരു പുതിയ ജീവിയായിട്ടാണ് അവൻ പുറത്തേക്ക് ചാടിയത്. പട്ടികൾ അവനെ കണ്ട് മനസ്സിലാക്കാതെ തിരിച്ചുപോയി. ഇവൻ തിരിച്ച് ഇവന്റെ കാട്ടിലേക്ക് തന്നെ ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിംഹം, പുലി, ചെന്നായ്, കടുവ എന്നുള്ള ഈ ഹിംസ്ര ജന്തുക്കൾ ഇവനെ കണ്ട് ഭയപ്പെട്ടു പോയി. അവർ 4 വഴിക്കും പലായനം ചെയ്തു. അപ്പോൾ ഈ സൂത്രശാലിയായി കുറുക്കൻ വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, നിങ്ങൾ ഓടിപ്പോവുകയും വേണ്ട. എന്നെ സൃഷ്ടാവ് ബ്രഹ്മാവ് പ്രത്യേകം സൃഷ്ടിച്ച് മൃഗചക്രവർത്തിയായി നിയമിച്ച് ഈ വനത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വരിക. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങളും അവൻ്റെ അടുത്ത് ഭയത്തോടെ സവിനയം വന്നു നിന്നു. സിംഹത്തെയും പുലിയെയും കടുവായെയും ചെന്നായെയും അവൻ മന്ത്രിസഭയിലെ ഓരോരോ സ്ഥാനങ്ങൾ നൽകി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. സിംഹവും പുലിയൊക്കെ കൊന്നുകൊണ്ടുവരുന്ന മൃഗത്തിൻ്റെ മാംസം ഇവന്റെ ആവശ്യാനുസരണം ഭക്ഷിച്ചതിന് ശേഷം ഒരു പ്രഭു രീതിയിൽ നിന്ന് അവൻ ഭക്ഷിക്കും. ബാക്കി മറ്റ് മൃഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കും. അങ്ങനെ അവൻ കഴിഞ്ഞു പോന്നു. എല്ലാവരും ഇവനെ രാജാവായിട്ട് ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഇവനോട് വന്ദനം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം നിലാവുള്ള ഒരു രാത്രിയിൽ കുറേ കുറുക്കന്മാർ ഒരു പാറപ്പുറത്തിരുന്ന് കൂവാൻ തുടങ്ങി. ഇവന് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഇവനും അറിയാതെ കൂവി തുടങ്ങി. അപ്പോൾ ഇത് കണ്ടു നിന്നിരുന്ന സിംഹത്തിനും പുലിക്കും കാര്യം മനസ്സിലായി. ഇവൻ വെറുമൊരു കുറുക്കനാണെന്നും ഇവൻ അവരെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നുവെന്നും അവർക്ക് മനസ്സിലായി. അവർ തെല്ലുനേരം സംശയിച്ച് നിന്നതിന് ശേഷം സിംഹവും പുലിയുമൊക്കെ ഇവന്റെ മേൽ ചാടി വീണ് ഇവനെ 100 കഷ്ണങ്ങളാക്കി കടിച്ചു മുറിച്ച് കൊന്നുകളഞ്ഞു. ദമനയൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വന്തക്കാരെ ഉപേക്ഷിച്ച് അന്യരുമായി സഖ്യം ചെയ്യുന്നവൻ നശിച്ചു പോകും. പിങ്കളയൻ ചോദിച്ചു, സജീവന് എന്നോട് വിദ്വേഷമുണ്ടെന്ന് എന്നെ ആക്രമിക്കാൻ വരികയാണെന്നും ഞാൻ എങ്ങനെ മനസ്സിലാകും? അപ്പം ദമനയൻ പറഞ്ഞു, രൂക്ഷമായിട്ട് നോക്കുക, കണ്ണ് ചുമന്നിരിക്കുക, മാറി നിൽക്കുകയോ നടക്കുകയോ ചെയ്യുക, തലചരിച്ച് സംശയത്തോടെ വീക്ഷിക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അവൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം ആക്രമിക്കാനാണെന്ന്. അപ്പോൾ യഥാവധി എന്താണെന്ന് ചെയ്യുക. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇത് പറഞ്ഞ് ദമനയൻ പിങ്കളയൻ്റെ അടുത്ത് നിന്ന് പോയി. അവൻ നേരെ പോയത് സജീവന്റെ അടുത്തേക്കാണ്, അതായത് കാളയുടെ അടുത്തേക്ക്. കാളയുടെ അടുത്ത് ചെന്നപ്പോൾ കാള വളരെ സ്നേഹപൂർവ്വം അവനെ സ്വീകരിച്ചു. ദമനകനോട് വിശേഷം അന്വേഷിച്ചു. സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ദമനകൻ പറഞ്ഞു, ഭൃത്യന്മാർക്ക് എന്തു സുഖം? നിത്യഭൃത്യ പണി ചെയ്യുന്നവന് ദുഃഖവും ദുരിതവും മാത്രമേ ഉള്ളൂ. രാജസന്നിധിയിൽ സേവകനായിട്ട് നിൽക്കുന്നവന് ജീവൻ പോലും എപ്പോഴും അപകടത്തിലാണ്. മറ്റൊരുത്തന്റെ ഭക്ഷണമേശയിലോ പണസഞ്ചിയിലോ ആശ്രയിച്ച് ജീവിക്കുന്നവന്റെ അസ്തിത്വത്തിന് ജീവിതമെന്ന് പറയാനില്ല. ഒരു ഭൃത്യന്റെ ജീവിതം പട്ടിയുടെ ജീവിതത്തിന് തുല്യമാണ്. അത്രമേ അധമമാണത്.
അങ്ങനെ ഇരിക്കുന്ന എനിക്ക് എന്തു സുഖം. അപ്പോൾ സജീവകൻ കാള ചോദിച്ചു, നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ദമനകൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് രാജാവിൻ്റെ ഒരു രഹസ്യമാണ്. രാജാവിൻ്റെ രഹസ്യം പരസ്യമാക്കുന്നവൻ ആയുധം കൂടാതെ രാജാവിനെ കൊല്ലുന്നവനാണ്, എനിക്കറിയാം. പക്ഷേ നിന്നോടുള്ള സ്നേഹം നിമിത്തം ഞാൻ നിന്നെ ഇത് അറിയിക്കുകയാണ്. അപ്പോഴത്തേക്കും കാളയ്ക്ക് ധൃതിയായി, പരിഭ്രമമായി. അവൻ ചോദിച്ചു, എന്താണ്? നീ വേഗം പറ. അപ്പോൾ ദമനകൻ പറഞ്ഞു, ഇന്നലെ സിംഹം എന്നോട് പറയുകയാണ്, സജീവനെ കൊന്ന് മറ്റു മൃഗങ്ങൾക്ക് ഒരു വിരുന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രായശ്ചിത്തമില്ല, അത് പ്രായശ്ചിത്തമില്ലാത്ത തെറ്റാണ്. ഇത് കേട്ടപ്പോൾ സിംഹം എന്നോട് ദേഷ്യപ്പെട്ടു. അദ്ദേഹം പറയുവാണ്, നാളെയും നമ്മളും രണ്ട് ദിക്കിലാണ് ജീവിക്കുന്നത്. ഒരാള് സസ്യബുക്കും നമ്മൾ മാംസബുക്കുമാണ്. ഒരു കാരണവശാലും സസ്യബുക്കും മാംസബുക്കും തമ്മിൽ ചേരിയില്ല. മാംസബുക്കിന്റെ ഭക്ഷണമാണവൻ. അതുകൊണ്ട് അവനെ സൂത്രത്തിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി വിരുന്ന് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഉപോത്ബലകമായി സിംഹം ഒരു എക്സാമ്പിളും പറഞ്ഞു. ദൃഷ്ടദ്യുമ്നൻ ഉറങ്ങിക്കിടന്നപ്പോഴല്ലേ അശുദ്ധാത്മാവ് അദ്ദേഹത്തെ വധിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സിംഹം എൻ്റെ അടുത്തുനിന്ന് പോയി. ഈ വിവരം താങ്കളോടുള്ള സ്നേഹത്താൽ ഞാൻ അറിയിക്കുന്നു. എനിക്ക് വളരെ ദുഃഖമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യുക. ഇത് കേട്ടപാടെ കാള പരിഭ്രമിച്ചു പോയി, ബോധം കെട്ട് വീഴുമെന്നുള്ള അവസ്ഥയിലായി. അവൻ പറഞ്ഞു, ആത്മഗതം പോലെ. എന്നാൽ ദമനകൻ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു, സിംഹത്തോട് ഞാൻ കൂട്ടുകൂടരുതായിരുന്നു. വിവാഹവും മൈത്രി, അതായത് ഫ്രണ്ട്ഷിപ്പ്, തുല്യന്മാർ തമ്മിലേ ചേരുള്ളൂ. ധനം, വിദ്യ, കുലം എന്നിവയിൽ ഒരു തുല്യത വേണം. ഉയർന്നവരോടും പാടില്ല, താണവരോടും പാടില്ല. അങ്ങനെയുള്ള ബന്ധമേ നിലനിൽക്കുള്ളൂ. തന്നെയല്ല, രാജസദസ് എന്ന് പറഞ്ഞാൽ നുണയന്മാരും സ്തുതിപാഠകരും ഏഷണിക്കാരും വിലസുന്ന സ്ഥലമാണ്. ദുർജനം എന്ന് പറയുന്ന ആൾക്കാര് അവര് ബലഹീനരാണെങ്കിലും എന്തെങ്കിലും പ്രയോഗിച്ച് അവർ കൊന്നുകളയും. അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ദമനകനോട് പറഞ്ഞു, ഒട്ടകത്തിന്റെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് എൻ്റെ അവസ്ഥയും ഇപ്പോൾ. 11ാമത്തെ കഥ കഴിഞ്ഞു. ഇതിലും നീതിസാരം പോലെയുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ അനന്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഒന്ന്, സ്വന്തക്കാരെ ഉപേക്ഷിച്ച് അന്യരുമായി കൂട്ടുകൂടുന്നവർക്ക് നാശം സംഭവിക്കും എന്നുള്ളതാണ്. രണ്ടാമത്, രാജാക്കന്മാര്, ഉയർന്ന സ്ഥാനീയര്, വലിയ ഉദ്യോഗസ്ഥര്, ഭരണാധികാരികള് ഇവരോടൊക്കെ അടുപ്പം പുലർത്തുന്നവര് മനസ്സിലാക്കണം, അവരിൽ നിന്ന് ഇച്ഛ പഴച്ചാൽ ദ്രോഹമുണ്ടാകും, ദോഷമുണ്ടാകും, അത് ആപത്തിൽ കലാശിക്കും. തന്നെയല്ല, ഉയർന്ന സ്ഥാനങ്ങൾ അത് ഏത് മേഖലയാണേലും, രാഷ്ട്രീയമാണേലും ബിസിനസ് ആണേലും എന്ത് മേഖലയാണേലും അവിടെ ഏഷണിക്കാർ ധാരാളം കാണും. ഈ ഏഷണിക്കാർ ഉള്ളിടത്തോളം കാലം ചർച്ച ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ഐക്യമത്യം ഉണ്ടാവില്ല, ദോഷങ്ങളും നാശങ്ങളും ആർക്കെങ്കിലും ഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഈ പറഞ്ഞ ഗുണപാഠങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അപ്പോൾ 11ാമത്തെ കഥ കഴിഞ്ഞു. നാളെ 12ാമത്തെ കഥയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു, ഓൾ ഓഫ് യു.